ഹായ് ഫ്രണ്ട്സ്, കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ ഊട്ട് മഹോത്സവത്തിന്റെ ധന്യമുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർത്തും അപ്രതീക്ഷിതമായി പയ്യാവൂർ മഹാക്ഷേത്രത്തിലെ പ്രസാദം നമുക്ക് ലഭിച്ചപ്പോൾ അതിന് മധുരമേറെയായിരുന്നു. അത് പരസ്പരം പങ്കുവഹിച്ചപ്പോൾ ഉണ്ടായ സന്തോഷവും വളരെയധികമായിരുന്നു. വരൂ, നമുക്ക് പയ്യാവൂർ മഹാശിവക്ഷേത്രത്തിന് സമീപത്തുള്ള കുളക്കടവിലേക്ക് കടക്കാം. അതിവിശാലമായ കുളക്കടവാണിവിടെ. രാത്രിയായതിനാൽ അധികം തിരക്കില്ലാത്ത സമയം ആ കുളപ്പടവിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങി. എത്ര സുന്ദരമാണ് ഇവിടം, എത്ര ശീതളമാണ് ഈ അന്തരീക്ഷം. വരൂ, അല്പസമയം നമുക്കിവിടെ ചെലവഴിക്കാം. പയ്യാവൂർ ശിവക്ഷേത്രത്തിന് മറ്റൊരു വശത്തായി താഴത്തമ്പലം സ്ഥിതി ചെയ്യുന്നു. പഴമയുടെ നിറം മങ്ങാത്ത ചുവരുകൾ. എത്ര ഭക്തിസാന്ദ്രമാണ് ഇവിടെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ. പയ്യാവൂർ മഹാശിവക്ഷേത്ര തിരുമുറ്റത്തുകൂടെ നമുക്ക് സഞ്ചരിക്കാം. നോക്കൂ, അവിടെ കുറച്ചുപേർ അരി പൊടിക്കുകയാണ്. ഈ യന്ത്രവൽകൃത ലോകത്തിലും ഉലക്കയും ഉരലും കൊണ്ടാണ് അരി പൊടിക്കുന്നത്. ഈ അരി പൊടിക്കുന്നതാവട്ടെ പയ്യാവൂർ മഹാശിവക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രസാദ വിതരണത്തിന് വേണ്ടിയിട്ടാണ്. പായസം, അതുപോലെ തന്നെ അരി ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ഈ അട ചുടുവാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അരിപ്പൊടി ഈ ക്ഷേത്രമുറ്റത്ത് വെച്ച് തന്നെ ഇവർ തയ്യാറാക്കിയെടുക്കുകയാണ്. വളരെ സുന്ദരവും രസകരവുമായിട്ടുള്ള ഈ ഒരു ആചാര അനുഷ്ഠാനത്തെ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണാൻ വേണ്ടി സാധിക്കും. പഴമയുടെ
ഒരു തനിമയും നഷ്ടപ്പെടാതെ അതിനെ കാത്തു സൂക്ഷിക്കുന്ന സമ്പ്രദായങ്ങൾ. നാം എന്താണ് കാണുന്നത്? കാളകളോ? അതെ, കാളകൾ. കുടക് ദേശത്ത് നിന്ന് കാൽനടയായി കണ്ണൂരിലെ പയ്യാവൂരിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കാളകൾ. എന്തിനാണ് ഈ കാളകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്? നമുക്ക് വഴിയെ അത് മനസ്സിലാക്കാം. കൊടകല്ല, കൊടക്. ആ, നമ്മുടെ കൂടെ കൊടകിലെ ഗിരീഷ് ആട്ടൻ ഇവിടെ ഉണ്ട്. ഹായ്. ഹായ്. മോന്റെ പേരണോ? പേര് ചിരാഗ്. ചിരാഗ്. അപ്പോൾ ഋഷഭാഞ്ജലിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവരാണ് പറയാം. നമ്മളിപ്പോ ഇവിടേക്ക് ഒരു 4 ദിവസം മുമ്പ് പുറട്ടത്. അവിടെ നിന്ന് പുറട്ടിട്ട് ഇവിടെ നമ്മള് നടന്നിട്ട് വരുന്നത്. നമ്മളെ കാലിൻ്റെ മുകളിൽ അരിയായിട്ട് വരുന്നത്. വന്നിട്ട് ഇന്നലെ അവിടെ താഴത്തെ അമ്പലത്ത് അരി ഇട്ടിട്ട് വന്ന് ഇന്ന് ഇപ്പോൾ മുകളത്ത് നമ്മളെ നടയ്ക്ക് തൊടിയെന്ന് പറയുന്നത്. അതേപോലെ ഇന്ന് നമ്മൾ അരി ഇടുന്നുണ്ട്. നമ്മൾ കൊടക് മെയിൻ ഇവിടെ പണ്ട് കാലത്ത് വരുന്ന പോലെ അരി എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഉത്സവം കഴിക്കാന്ന് നമ്മളെ ഇവിടെ എന്താ നൈവേദ്യത്തിനോ അരി നമ്മളെ അവിടെ നിന്ന് പറയണം. പിന്നെ ഇവിടെ നടക്കിട്ടത് നമ്മളെ ഇവിടേക്ക് ചെല്ലുന്നുള്ള ഇത് അരി ഇടുന്നുണ്ട്. പിന്നെ ഭാരി നമ്മളെ എവിടെ ഉണ്ടല്ലോ പുറത്തുള്ളതല്ല ഈ ഇതൊരു ഉത്സവക്ക് എല്ലാം ലീവാക്കിയിട്ട് ഇവിടെ വന്നിട്ട് എത്തും. ഓക്കെ, താങ്ക് യു. Vale kuniningalo agape amida di banda Kami boleh baca കാളകളെ പയ്യാവൂർ മഹാശിവക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുമ്പോൾ പാടുന്ന കുടകരുടെ പരമ്പരാഗതമായിട്ടുള്ള പാട്ടാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ഇതുപോലെ കാളകളുടെ കൊമ്പിന് ചുറ്റും തുണി കെട്ടിക്കൊണ്ട് പുറത്ത് അരി വച്ച് കെട്ടിക്കൊണ്ടാണ് കാളകളെ പയ്യാവൂർ മഹാശിവക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക് എഴുന്നള്ളിക്കുന്നത്. ഒരു കാലത്ത് പയ്യാവൂർ മഹാശിവക്ഷേത്ര പരിധിയിൽ വറുതിയുടെ കാലമുണ്ടായിരുന്നു പോൽ. അന്നമില്ലാത്ത, ഭക്ഷണമില്ലാത്ത ഒരു കാലം. ആ കാലത്ത് 12 വർഷത്തോളം അവിടെ ഉത്സവം നടക്കാതെയായി. അത് ക്ഷേത്രത്തിൻ്റെ ശക്തി ക്ഷയിക്കുവാനും കാരണമായി എന്ന് അവിടെയുള്ള അധികാരികൾക്ക് തോന്നി. ഉത്സവം എന്തു തന്നെയായാലും നടത്തിയേ മതിയാവൂ എന്ന തോന്നൽ അവർക്കുണ്ടായി. അതിൻ്റെ ഭാഗമായി അവർ കുടകരിൽ നിന്ന് കാളപ്പുറത്ത് അരിഭക്ഷണം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ഉത്സവത്തിൻ്റെ നടത്തിപ്പിനു വേണ്ടി കുടകർ ആ ആവശ്യത്തെ ഹൃദയത്തിലേറ്റി. അവർ കാളപ്പുറത്ത് ഉത്സവം നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള അരി കൊണ്ടുവന്നു. ആ ചടങ്ങാണ് ഇപ്പോഴും നിലനിന്നു പോകുന്നത്. കുടകിൽ നിന്ന് അന്ന് നടന്ന ആ ഒരു ആചാരം ഇപ്പോഴും നിലനിന്നു പോകുന്നു. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രസാദ വിതരണത്തിനുള്ള അരി കുടകരിലെ കാളപ്പുറത്ത് എത്തിച്ചുകൊണ്ടാണ്
പയ്യാവൂർ മഹാശിവക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാളകളെ വരവേൽക്കുവാൻ കാത്തുനിൽക്കുകയാണ് ഇതിന്റെ പ്രധാനികൾ. കാളകൾ ക്ഷേത്ര തിരുമുറ്റത്ത് അരിയുമായി വന്നുകൊണ്ടേയിരിക്കുന്നു. വളരെ അച്ചടക്കത്തോടെ അതിശക്തരായ കാളകളെ മനുഷ്യൻ തൻ്റെ കരബലത്താൽ വളരെ ലളിതമായി നിസ്സാരമായി കൂട്ടിക്കൊണ്ടുവരികയാണ്. ആചാരപ്രകാരം ക്ഷേത്രം ഉത്സവ നടത്തിപ്പിനു വേണ്ടി കൊണ്ടുവന്ന അരികൾ അവരവരുടെ വീതമെന്ന രീതിയിൽ പ്രത്യേകം ചരിഞ്ഞു വെക്കുകയാണ് കുടകർ. ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ഇവർ കൊണ്ടുവന്ന അരികളൊക്കെയും ചരിഞ്ഞു വെച്ചതിന് ശേഷം അരിയളവ് എന്ന് പറയുന്ന ചടങ്ങ് കൂടി നടക്കുകയാണ്.
പയ്യാവൂരൂട്ട് മഹോത്സവത്തിന്റെ മറ്റൊരു പ്രസാദമാണ് ഇലയട. നേരത്തെ ഉരലിൽ കുത്തി തയ്യാറാക്കിയിട്ടുള്ള പൊടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇലയട ഉണ്ടാക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ ഇലയട ഇലയിൽ പരത്തി നേരെ അടുത്ത് കാണുന്ന അടുപ്പത്ത് കൊണ്ടുപോയി വേവിച്ച് അവിടെ നിന്ന് തന്നെ ഈ പ്രസാദം തയ്യാറാക്കി ഭക്തജനങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇലയട കൂടാതെ പായസവും പ്രസാദമായിട്ടുണ്ട്. രണ്ടും രണ്ട് സമയങ്ങളിലാണ് കൊടുക്കുന്നത് എന്ന് മാത്രം. ഇതാണ് മറ്റൊരു പ്രസാദം, അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള പായസം. ഇത് വളരെ റെയറായിട്ട് മാത്രമേ ഇവിടുന്ന് കിട്ടുകയുള്ളൂ. ആ സമയത്ത് വന്നാൽ വളരെ കുറച്ചാൾക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രസാദമാണിത്. ഞങ്ങളിവിടെ പോയ സമയത്ത് നമുക്കിത് ലഭിക്കുകയുണ്ടായി. അതൊരു വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പയ്യാവൂരിൽ നിന്നും 15-20 കിലോമീറ്റർ അകലെയുള്ള ചേടിച്ചേരി ദേശത്തേക്ക് ഒന്ന് പോകാം. ഇവിടെ ഇതാ ഇളനീർ കാഴ്ചകളുമായിട്ട് പയ്യാവൂർ ദേശത്തേക്ക് ഇവർ കാൽനടയായി വരികയാണ്. ഇളനീർ ചുമലിൽ താങ്ങിക്കൊണ്ട് പയ്യാവൂരിലേക്ക് ഉത്സവ നടത്തിപ്പിനാവശ്യമായിട്ടുള്ള ഇളനീർ വാദ്യ ഘോഷ അടമ്പടിയോടുകൂടി ഇവിടെ വരികയാണ്. കുട്ടികളും മുതിർന്നവരുമൊക്കെ ചേർന്നുകൊണ്ട് കാൽനടയായി ചേടിച്ചേരി ദേശത്ത് നിന്ന് പയ്യാവൂരിലേക്ക് നടക്കുന്നു. ഒരു ഗ്രാമത്തിൻ്റെ ഒത്തുചേരൽ, ഉത്സവവുമായി ബന്ധപ്പെട്ട് നാം നടത്തുന്ന മനസ്സിൻ്റെയും മെയ്യുടെയും ഒത്തുചേരൽ, ഉത്സവ ആഘോഷ തിമിർപ്പിൻ്റെ കാഴ്ചകൾ, ഭക്തി സാന്ദ്രമായ നിമിഷങ്ങൾ. ഇളനീർക്കാരുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചടങ്ങിൽ കൊടുക്കുന്ന പാനവെള്ളം വിതരണമാണ് ഇവിടെ നടക്കുന്നത്. ആലിൻ മുക്കിൻ്റെ കീഴിൽ പാനവെള്ളം കുടിക്കുന്ന നാട്ടുകാർ. മൂവന്തി കഴിഞ്ഞു രാത്രി വീണ്ടും പയ്യാവൂരേക്ക് നമുക്ക് മടങ്ങാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചേടിച്ചേരി ദേശത്ത് നിന്ന് കാൽനടയായി വന്നിട്ടുള്ള ഇളനീർക്കാർ ഇതാ പയ്യാവൂർ തിരുമുറ്റത്തേക്ക് പ്രവേശിക്കുകയായി. ആചാരക്കാർ മുന്നിൽ നടന്നുകൊണ്ട് അകമ്പടിയായി ഇളനീർക്കാർ പയ്യാവൂർ ദേശത്തേക്ക് കടക്കുകയാണ്, ക്ഷേത്രാങ്കണത്തിലേക്ക് കടക്കുകയാണ്. കടന്നതിന് ശേഷം ഇളനീർ തിരുമുൽപ്പാടിന് മുന്നിൽ സമർപ്പിക്കുന്ന ഭക്തി സാന്ദ്ര സുന്ദര നിമിഷത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇളനീർക്കാരുടെ വരവിനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ആചാരക്കാരും ഭക്ത ജനവിശ്വാസികളെയും ഇവിടെ കാണാം. ഒരുപാട് സമയമായി അവർ എത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന അക്ഷമരായ കണ്ണുകൾ
ഭക്തിസാന്ദ്രമായ ഇളനീർ കാഴ്ചയുടെ നിർവൃതിയിൽ അപാലവൃന്ദം ജനങ്ങളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാ പയ്യാവൂർ മഹാശിവക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ ചേടിച്ചേരി ദേശക്കാരുടെ ഇളനീർ സമർപ്പണം നടക്കുകയാണ്. തിരുനടയ്ക്ക് മുന്നിൽ ഒരുക്കി വച്ചിരിക്കുന്ന തറയിൽ വലം വെച്ചുകൊണ്ട് ഇളനീർ തണ്ടുകൾ ഒന്നൊന്നായി ആചാരക്കാരുടെ മുന്നിൽ ആചാരക്കാരുടെ അനുവാദത്തോടുകൂടി മേളവാദ്യ അകമ്പടിയോടുകൂടി സമർപ്പിക്കുകയാണ്. ഭക്തിസാന്ദ്ര സുന്ദര നിമിഷത്തിലേക്ക്, ഈ ധന്യമുഹൂർത്തത്തിലേക്ക് ക്ഷേത്ര തിരുമുറ്റത്തിന് മുന്നിലായി ഒരുക്കിയിട്ടുള്ള തറയെ വലം വെച്ചുകൊണ്ട് ഇളനീർ കാഴ്ചക്കാർ നടക്കുകയാണ്. പഴവ്യഞ്ജനങ്ങൾ അടങ്ങിയിട്ടുള്ള തിരുമുൽ കാഴ്ച തിരുമുറ്റത്തേക്കും ഇളനീർ തണ്ടുകൾ തറയ്ക്ക് മുന്നിലും വെച്ചുകൊണ്ട് ഇവിടെ നാമ ജപഘോഷത്തോടുകൂടി ക്ഷേത്രത്തെ വണങ്ങുകയാണ് ചേടിച്ചേരി ദേശക്കാർ. ദീപാലങ്കാരത്തോടു കൂടിയിട്ടുള്ള തിരുമുൽ കാഴ്ച പയ്യാവൂർ അപ്പന് മുന്നിൽ ഇവിടെ സമർപ്പിക്കുകയാണ്. ഒരു കൈകളോടെ ഭക്തിയോടുകൂടി എത്തി നിൽക്കുന്ന ഭക്തജനങ്ങളെയും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അവർ കാഴ്ച അവിടെ വെച്ച് തൊഴുതുകൊണ്ട് പിന്തിരിഞ്ഞു വരികയാണ്. അതിനുശേഷമാവട്ടെ പുറത്തെ തറയിൽ ഇളനീർ തണ്ടുകൾ വലം വെച്ചുകൊണ്ട് ഓരോരുത്തരായി വയ്ക്കുകയും പയ്യാവൂർ മഹാദേവനെ വന്ദിച്ചുകൊണ്ട് തിരികെ മാറി നിൽക്കുകയും ചെയ്യുന്ന ആചാരപരമായിട്ടുള്ള ചടങ്ങ് നമുക്ക് ഇവിടെ കാണാം. ശ്രീ പയ്യാവൂർ തായപ്പറ അല്പസമയത്തിനകം ക്ഷേത്ര സമിതി. മറ്റൊരു ഗ്രാമമായ അടുവാപ്പുറം ദേശം. ഇവിടെ നിന്ന് പയ്യാവൂരേക്ക് പഴങ്ങളുടെ ഓമന കാഴ്ചയാണ് പുറപ്പെടുന്നത്. ഹായ് ഫ്രണ്ട്സ്, പയ്യാവൂരൂട്ട് മഹോത്സവത്തിൻ്റെ ഓരോ ചടങ്ങുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും പവിത്രതയുണ്ട്. അതിൻ്റെ അകത്ത് വളരെ വിശിഷ്ടമായ ഒരു ചടങ്ങാണ് ഓമന കാഴ്ച. ഈ ഓമന കാഴ്ചയെ പറ്റി പറയുന്നതിന് വേണ്ടി ഇവിടെയുള്ള രണ്ട് നാട്ടുകാരും ഈ കാഴ്ചയുടെ വളരെ പ്രധാനപ്പെട്ടവരുമായിട്ടുള്ള കുഞ്ഞിക്കണ്ണാട്ടനെയും വത്സരാജേട്ടനാണ് ഇവിടെയുള്ളത്. നമുക്കിതിൻ്റെ ഈ ഓരോ ചടങ്ങിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ ഓമന കാഴ്ച എടുക്കുവാനുള്ള ഐതിഹ്യപരമായിട്ടുള്ള കഥയും ഉണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയുന്നതിന് വേണ്ടി നമുക്കിവരോട് സംവദിക്കാം. കേൾക്കുന്നവർക്കും
പൊതുജനങ്ങൾക്കും നമ്മുടെ നമസ്കാരം. അതായത് എനിക്ക് ഇതിനെപ്പറ്റി അറിയുന്നത് മാത്രം ഒരു ചെറിയ തോതിലേ അറിയുള്ളൂ. മുൻഗാമികൾ പറഞ്ഞു കേട്ട ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കുഞ്ഞിക്കണ്ണൻ അപ്പോൾ ഈ ഊട്ടുത്സവം തുടങ്ങാനുള്ള കാര്യം 12 കാലം മുൻപ് ഈ ഉത്സവം അതായത് പയ്യാവൂർ ഉത്സവം നടന്നിട്ടില്ല. 12 മത്സരം പിന്നെ ഈ നിന്നുപോയിന്. രണ്ടാമത് ഈ ഉത്സവം വേണമെന്ന് പിന്നെ തീരുമാനിച്ചു നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ക്ഷാമമാണ്. അങ്ങനെ ഓരോ രാജ്യത്തു നിന്ന് ഓരോരോ വ്യക്തികൾ പിന്നെ ഇതിന് സപ്പോർട്ടായിട്ട് അരി കൊണ്ടുവരാൻ കൊടകർ, മോര് കൊണ്ടുവരാൻ കൂനത്തുള്ളവർ, പിന്നെ പച്ചക്കായി ഈ കറി വെക്കേണ്ട സംഭാരങ്ങൾ ഇതൊക്കെ കൈതപ്പഴം, കാഞ്ഞലേരി, പിന്നെ ചേരിച്ചേരി മുതലായല്ലേ. അപ്പോൾ ഊട്ടുത്സവം 12 കൊല്ലം മുടങ്ങിയിട്ട് രണ്ടാമത് തുടങ്ങിയ അവസരത്തിൽ ഇതെല്ലാം സംഭാരങ്ങളൊക്കെ കിട്ടി. പിന്നെ എന്താ വേണ്ടത്? ഒരു ഊട്ടിന് ഉത്സവം നടത്തുന്ന സദ്യ കൊടുക്കണ്ടെങ്കിൽ ഒരു പഴത്തിൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞു. ആ പഴം ആരാണ് എന്താണ്? അപ്പോൾ ചുള്ളിയാട്ടുകാര പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവരാം. അങ്ങനെയാണ് ചുള്ളിയാട്ടുന്ന് ഈ പഴുത്തെ കൊല ലാസ്റ്റിൽ നെയ്യമൃത് പിന്നെ ഇളനീര് കാര്യങ്ങളെല്ലാം ആദ്യം പോയി. അത് ഈ സദ്യ സുഭിക്ഷ ഉണ്ടെങ്കിൽ പഴവും കൂടി വേണം എന്ന് പറയും. അപ്പോൾ ഊട്ട് നടത്തുന്ന അവസരത്തിൽ ഇതിൻ്റെ ഒരു കുറവ് വന്നു. അത് ആരാ കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ ചുള്ളിയാട്ടുകാർ സന്നദ്ധരായി. അങ്ങനെ അടുക്കുവൻ എന്ന് പറയുന്ന കൊല, ഒരു വീട്ടിൽ നിന്ന് എത്ര ആളുണ്ടോ പുരുഷന്മാർ, അവരെ അത്രയും പിന്നെ ഈ 2 കൊല കെട്ടലുണ്ടെന്ന്. അത് പിന്നെ ഒരു സഹോദരി ഉണ്ടെങ്കിൽ അവൾക്ക് മാസവേദം ഉണ്ടെങ്കിൽ അതിനും കിട്ടും 2 കൊല. അപ്പോൾ അത് പ്രസവിച്ചിട്ട് സ്ത്രീയാണ് പെൺകുട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് കിട്ടൂല. ആൺകുട്ടിയാണെങ്കിൽ തുടർന്ന് കെട്ടിക്കൊണ്ടിരിക്കും. ആദ്യം തുടങ്ങുന്നത് കാതില് ആണ്. കാതില് പിന്നെ ആടുന്ന് കാഴ്ച ഇതേപോലെ കൊണ്ടിൽ വെച്ചു കാഴ്ച ആണ് ചൂടിയാട് കാവ്. രണ്ടാമത് ചമ്പോച്ചേരിക്കുണ്ട്, അവിടെ നിന്നാണ് രണ്ടാമത്. മൂന്നാമത് മട്ര എന്ന് പറയുന്ന സ്ഥലം, മൂന്നാമത് മുത്തപ്പൻ ക്ഷേത്രമാണ്. നാലാമത് ഇപ്പുറം വേറെ ഒരു സ്ഥലമുണ്ട്, നല്ലൂർക്കുണ്ട് എന്ന് പറയും, അവിടെ നാലാമത്. ഓരോ ദിക്കിനും കാഴ്ചയിട്ട് നമ്മൾ ഓരോ ദിക്കിനും അതിൻ്റെ ആചാരപ്രകാരം പിന്നെ ബാധ്യം അവിടെ കൊട്ടി 3 പ്രാവശ്യം കൊട്ടി എന്നതിന് ശേഷം മാത്രമേ കാഴ്ചൻ്റെ അത്ര കയറുള്ളൂ. ഇതേപോലെ ഇന്ന് 3 പ്രാവശ്യം കൊട്ടണം. 3 പ്രാവശ്യം കൊട്ടി വാദ്യം ഇന്ന് കൊട്ടി എല്ലാവരും ഇടുന്ന് സഹകരിച്ച് ഒപ്പരം കാഴ്ചയും എടുത്തിട്ട് പിന്നെ പുറപ്പെടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അരി ഇറക്കലാന്ന്. നമുക്ക് ആടുന്ന് ഒരു കൊങ്ങായി, ഒരു 2 കൊങ്ങായി അരി ഇങ്ങോട്ട് ഞങ്ങൾക്ക് തരും. എല്ലാവർക്കും ഈ കൊണ്ട് തേച്ചു എല്ലാ കൊണ്ടുകാർക്കും കൊടുക്കുന്നത്. അരി കൊടകർ ആടുന്നു അതാത് കൊടുക്കുന്നേ. ഇവിടെ വറഞ്ഞി പിടിച്ചിട്ട് ഈ അരിക്ക് ക്ഷാമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് ക്ഷാമം വരത്തരുതെന്ന് വിചാരിച്ചിട്ട് അവര് കൊണ്ടുവന്ന അരിയാണ്. കാളേന്റെ പുറത്ത് കെട്ടിയിട്ടിട്ട് ആണ് അവർ വരുക. അപ്പോൾ ആ അരി നമ്മളൊരു പ്രസാദം പോലെയാണ്. ഈ പിന്നെ 1 കിലോ അരി ഉണ്ടാവും, 20 അരി ഇന്നാണ് അതിന്റെ കണക്ക്. മുമ്പേ അങ്ങനെയാണ്. അത് 14 തീയതി മേടിച്ചിട്ട് അതിന് പിന്നെ ഈ ആചാരക്കാർക്ക് ഇങ്ങനെ ഈ കാഴ്ചേൻ്റെ ഒപ്പരം ചെണ്ട കൊട്ടിയിട്ട് പോയ ആൾക്ക് കൊട പിടിച്ച അവർക്ക്, പിന്നെ കൊട കെട്ടിയവന്, പിന്നെ കത്തി കൊണ്ടുപോയവന്, അത് കൊല്ലൻ കത്തി, കണിയാൻ കൊട, ഈ വണ്ണാനും മലയനും ചെണ്ട കൊട്ടുക, ഇങ്ങനെയെല്ലാം ആചാരക്കാരുണ്ട്. എല്ലാം പോകുമ്പം മുമ്പിൽ അവരുണ്ടാവും. സ്വർണം ഉണ്ട്. ശരിക്ക് ഇതിനെ കാണണ്ടെങ്കിൽ ഈ പുതിയൊരു കാവിൽ പോകണം ആദ്യം എടുക്കുന്നത്. ഇതാണ് പയ്യാവൂർ കാഴ്ചക്ക് തയ്യാറാക്കിയിട്ടുള്ള കുല, വാഴക്കുല. അടുക്കോൻ എന്ന് പറയുന്ന വാഴയുടെ ഇനമാണിത്.
ഈ പറയുന്ന ഇത് സ്ഥാപിച്ചിട്ടുള്ള ഈ സ്ഥലങ്ങളുടെ അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമ പശ്ചാത്തലത്തിലാണ്. അതൊരു വയലിൻ്റെ കരക്കാണ് ഇതിൻ്റെ ഒരു കുണ്ട് രൂപീകരിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 5 സ്ഥലങ്ങളിലായിട്ട് ഉണ്ട്. അതിൻ്റെ അകത്ത് മറ്റൊരു സ്ഥലമാണ് ഇത് ഈ കാണുന്നത്, ഈ കാവിൻ്റെ പരിസരം. വയലിൻ്റെ കരക്ക് കുളം, കുളത്തിൽ നിന്ന് കുറച്ചുകൂടി ഉയരത്തിലേക്കായിട്ട് കാവ്. ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ കാവിൻ്റെ മുറ്റമാണ്. ഈ കാവിൻ്റെ മുറ്റത്താണ് കൊല ഇങ്ങനെ ഒരു പ്രത്യേക ഷെഡിൽ അലങ്കരിച്ചിട്ടുള്ളത്. ഈ കായ്ക്കൊല എടുത്തിട്ടാണ് നാളെ പയ്യാവൂരേക്ക് ഓമന കാഴ്ചയായിട്ട് പോകുന്നത്. പയ്യാവൂർ ഉത്സവത്തിന് ഒരുപാട് ചടങ്ങുകളുണ്ട്. ആ അമ്പലത്തിൽ നടക്കുന്ന ചടങ്ങുകൾ, അനുബന്ധമായ ദേശങ്ങളിൽ നടക്കുന്ന ചടങ്ങുകൾ, അങ്ങനെ ഒരുപാട്. ഒരു ക്യാമറയിൽ പകർത്തുവാൻ പറ്റാവുന്നതിലപ്പുറത്തേക്ക് ഒരുപാട് ചടങ്ങുകൾ, ഒരുപാട് ആചാരങ്ങൾ ഒക്കെയുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമേ ഞാനിവിടെ ക്യാൻവാസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഈ ഉത്സവ പറമ്പിലൂടെ
ഒന്ന് നടക്കാം. ഇത് ഭൂതത്താൻ കുണ്ട്, പയ്യാവൂർ മഹാശിവക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് കാണുന്ന ഒരു സ്ഥാനമാണിത്. ഇതാണ് പ്രധാന പ്രതിഷ്ഠയുള്ള ശിവപ്രതിഷ്ഠയുള്ള സ്ഥലം. തൊട്ടടുത്ത് ഒരു അയ്യപ്പ പ്രതിഷ്ഠയുണ്ട്. ഒരാൽമരത്തിൻ്റെ കീഴെ കല്ലുകൊണ്ട് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഒരു അയ്യപ്പ ക്ഷേത്രം. നമ്മുടെ ഇവിടെ ഉത്സവത്തിൻ്റെ ചന്തയിലേക്ക് കടക്കുമ്പോഴുണ്ടാവുന്ന കാഴ്ചകൾ വളരെ മനോഹരവും സുന്ദരവും ഹൃദ്യവുമായിട്ടുള്ള ഒരു അനുഭൂതി തന്നെയാണ് പയ്യാവൂർ ഉത്സവത്തിന് പോയപ്പോൾ നമുക്കുണ്ടായിട്ടുള്ളത്. എല്ലാ ഉത്സവങ്ങളിലും അതുതന്നെയാണ്. ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, സങ്കടങ്ങളെ മറന്നുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ഈ ആഘോഷങ്ങളിലേക്ക് നാം പങ്കുചേരുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം, അത് ജീവിതത്തിൽ ഉടനീളം അങ്ങോട്ടും ചേർത്ത് പിടിക്കുവാൻ വേണ്ടി നമുക്ക് കരുത്തു പകരുന്ന ഇടങ്ങളാണ് ഉത്സവ ഇടങ്ങൾ. ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് സ്നേഹസമ്പന്നമായ ഓർമ്മകൾ ഒക്കെയും ഇത്തരം ഉത്സവങ്ങളിലൂടെ നമുക്ക് സമ്പാദിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. ക്ഷേത്രാങ്കണത്തിൽ നിന്ന് മാറി പഴയമ്പലത്തിന് തൊട്ടടുത്തായിട്ടാണ് ഊട്ടുപുര ഉള്ളത്. എത്ര ആൾക്കാർ വരുന്നുവോ അത്രയും ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ സന്നദ്ധരായിരിക്കുന്ന പാചകക്കാരും ഒക്കെ ഇവിടെയുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ ഈ ഊട്ടുപുര അടയ്ക്കാറുള്ളൂ. ഉത്സവ തിരുനടയിൽ കായമ്പകയുടെ മേളം മുറകുന്നു, പായസപ്രസാദം തയ്യാറാക്കുന്നു. മുറുകിക്കൊണ്ടിരിക്കുന്ന കായമ്പക മേളം